വിചാരിച്ച കാര്യം നടക്കും. കൊല്ലംകോട്ടേക്ക് യാത്ര പോകും വേണ്ടല്ല, ഈ സ്ഥലം നമ്മൾ മിസ് ചെയ്യരുത് കേട്ടോ. പാലക്കാടുള്ള മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ചൊക്കെ ഉണ്ടല്ലോ, വളരെ വ്യത്യസ്തമായ ഒരു അനുഭവം ഉണ്ടായി ഇവിടെ എത്തുമ്പോൾ നമുക്ക് തോന്നുന്നത്. ഇതേ ചിങ്ങഞ്ചിറ പ്രകൃതി ക്ഷേത്രം ഉണ്ടായി കാണുന്നത്. പ്രകൃതിയെ ആരാധിക്കുന്ന ഒരിടമാണിത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൽമരങ്ങളും അതിൻ്റെ വേരുകളും താഴെ കൂർന്നിറങ്ങി നിൽക്കുന്ന കാഴ്ച അതൊരു പ്രത്യേകത തന്നെയാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോഴേ ഒരുപാട് വ്യത്യസ്തമായ കാഴ്ചകൾക്ക് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് പോയാലോ? കോഴിനേക്കാൾ തയ്യാറെടുപ്പുകളാണ്. ഇവിടുത്തെ വഴിപാട് കാണും. അതെ, എന്നാലും നമ്മൾക്ക് കാണുമ്പോൾ ഒരു പേടി. എല്ലാവരും ഉണ്ട്, നല്ല തിരക്കുണ്ട്. പേടിക്കൊന്നും വേണ്ട, അവരുടെ വിശ്വാസങ്ങൾ അവർ ചെയ്യണം. ചേട്ടൻ ചിക്കൻ കറി വെക്കാനുള്ള പരിപാടിയിലാണ്. ചിക്കൻ കറി വെക്കാനുള്ള പരിപാടിയിലാണ്. ചിക്കൻ കറി വെക്കാനുള്ള പരിപാടിയിലാണ്. ആട് ചിക്കന് കുമ്പളങ്ങ ഇട്ടിട്ട് ഒരു നമ്മുടെ പുറത്തെ ഒരു പാലക്കാട്. ചേട്ടൻ്റെ വീട് എവിടെയാണ്? എൻ്റെ ശരിക്കും വീട് ഒരാൾക്കോട്, പിന്നെ ഭാര്യ വീടാണ് ഇവിടെ പോത്തമ്പളം. നിങ്ങൾ? ഞങ്ങൾ കൊടുങ്ങല്ലൂർ എന്ന് പറയുന്നത്. കൊടുങ്ങല്ലൂർ പ്രാവശ്യം വന്നിട്ടുണ്ട്, എന്നാലും ഇതൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ഇതിനെക്കാട്ടി തിരക്കാണ്. അതെ, എടുക്കണ്ട കേട്ടോ, ഒന്ന് വീഡിയോ എടുക്കണ്ട്. ഈ ക്ഷേത്രത്തിലുണ്ടോ സ്വന്തമായിട്ട് പൂജ ചെയ്യാട്ടോ. അതേപോലെ തന്നെ അവനവൻ തന്നെ കോഴിനെയും ആടിനെയൊക്കെ അറുത്ത് തൊട്ടടുത്ത സ്ഥലത്ത് തന്നെ അടുപ്പൊക്കെ കൂട്ടി ചോറും കറിയും വെച്ച് അത് മൂർത്തിക്ക് നേർച്ചിട്ട് തൊഴുത് അനുഗ്രഹം നേടുന്നതാണ് ഇവിടുത്തെ ഒരു പ്രധാന രീതി കേട്ടോ. നിങ്ങളെവിടെയാണ്? കൊല്ലംകോട് തന്നെയാണ്. മുത്തൻ്റെ ആഹാരം കഴിക്കുന്നതിന് ആരും കൊടുക്കേണ്ടവരും ആര് വന്നാൽ പോലീസുകാരടക്കും കഴിക്കും. തൃപ്തിയുള്ളവർക്കൊക്കെ ഉണ്ട്. ശരിക്കും ഇതിന്റെ വിശ്വാസം എന്താണെന്നറിയോ? ഇവിടുത്തെ വിശ്വാസം അങ്ങനെ ഈ ചിക്കൻ കറി വെക്കണതിന്റെ വിശ്വാസമാണ്. കർമ്മസ്വാമി വേണ്ട മക്കളില്ലാത്തവർക്ക് മക്കൾ കൊടുക്കും, വീടില്ലാത്തവർക്ക് വീട് കൊടുക്കും, കൈയും കാലും വരാണ്ട് ഇന്നവർക്കൊക്കെ കൈയും കാലുകൾ ദൈവം കൊടുക്കും. ഇവിടുത്തെ വിശ്വാസങ്ങളൊക്കെ നമ്മൾ വിശ്വസിക്കുന്നതാണ്. അയാൾ ഇരിക്കുന്നത് നമുക്ക് തരും. നമ്മുടെ വിശ്വാസം അയാൾ കാത്തിരുന്ന കോഴിക്കോട് എറണാകുളം മദ്രാസിൽ കുട്ടിമക്കളുള്ളവർ മദ്രാസിൽ കൊണ്ട് ആട് കോഴിയുടെ കുട്ടി ഉണ്ടായിട്ടാണ് 10 കൊല്ലം കുട്ടികളില്ലാണ്ടിട്ട് കോഴിക്കോട് മക്കളായി അവരോടൊന്ന് പൂജ കഴിച്ച് കുട്ടി തൊട്ട് കെട്ടിട്ട് കുട്ടികളെ അവിടെയും കൊണ്ടുപോകാൻ പറ്റില്ല. ഈ അമ്പലത്തിൽ കയറ്റാണ്ട് ജനിച്ച പിന്നെ കൊണ്ടുപോകാൻ പാടില്ല. നമുക്ക് സത്യം അറിയണേ. അതാണ് അത് എൻ്റെ മകളാണ്. 2 കൊല്ലം ഒരു കുട്ടി പോയ അവളെ വിളിക്കുന്നേ കുഞ്ഞിനെ 2 കൊല്ലം കുട്ടികളില്ലാണ്ട് ഇരുന്നിട്ട് പിന്നെ ഞങ്ങളിവിടെ വന്ന് നേർന്നും കളഞ്ഞിന് വെള്ളം കൊടുത്ത ശേഷം അതാണ് എൻ്റെ മകൾ. അതൊരു മകളും ഒരു മകനും. അവളുടെ തെക്കൻ്റെ മകനാണ് അതാ മരുമോള്. അവൾക്ക് കുട്ടികളില്ലാണ്ട് ഞങ്ങൾ അവിടെയൊക്കെ പോയിട്ട് ഇല്ലാണ്ടായി. ഞങ്ങളിവിടെ വന്ന് 3 മാസത്തിൽ വന്ന് കളഞ്ഞതിന് കൊടുത്തു. പേരിടാനാകുമ്പോൾ 6-ാം മാസത്തെ ഞങ്ങളിവിടെ കൊണ്ടു ഇവിടെ കൊണ്ട് പേരിട്ട് അച്ഛനും മക്കളും ഫോട്ടോ കൊടുത്തു. മുത്തൻ്റെ ഉമ്മ അത് തൊട്ടിയെടുത്തു. അതേപോലെ തൊട്ടിയും കൊണ്ടുവരണം, മരത്തൊട്ടി കൊണ്ടുവരണം. മരത്തൊട്ടിൽ ഒരു കുട്ടി ഇടണം, മനസ്സിലായ? മരത്തൊട്ടി ആ ശരിമരത്ത് ഉണ്ടാക്കിയിട്ട് ഒരു കുട്ടി ഇടണം, ചെറിയൊരു മരത്തൊട്ടില്ല. അതാണ് അവിടെ കുമ്പളങ്ങ എന്ത് ചെയ്യാനാണ്?
മാസങ്ങളും ഉണ്ട്. എല്ലാ മാസങ്ങളും ഇവിടെ മഴ മാത്രം നമുക്ക് സഹായിക്കണം. എല്ലാ മാസം കോഴിയിറക്കൽ ആടിറക്കുണ്ടാവുന്നുണ്ടോ അതവിടെ അല്ലേ? വലിയ ഇത്തരത്തിലുള്ള ആടുകളാണ് ആൾക്കാർക്ക് വരാൻ ഒരു കൊല്ലം കഴിയുമ്പോൾ വരാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും മുടക്കൾ വരുമ്പോൾ അതുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് ഒരു പൂജ കഴിച്ചിട്ട് ഒരു പച്ചയിട്ട് കൂടെ പോകുക. അവർക്ക് പ്രധാന പച്ച കോഴി ഇറക്കും അകത്തത് കൊണ്ട് കഴിക്കില്ല അവിടെ നേരോട്. പിന്നെയൊക്കെ നമ്മൾ കുടിച്ച് തിന്ന് കൂത്താടുകയില്ല. ശരിയെന്നാ ഞങ്ങളിവിടെ തന്നെ ഉണ്ട്, എന്തായാലും കഴിക്കാം. ഉണ്ടെങ്കിൽ ഇവിടെ കഴിക്കാൻ പറ്റും കേട്ടോ. ഞങ്ങളിവിടെ തന്നെയുണ്ടോ എന്തെങ്കിലും കഴിക്കാം, അല്ലെങ്കിൽ പോയാണെങ്കിൽ എവിടെ വേണമെങ്കിലും കഴിക്കും. എല്ലാവരും വിളിക്കും കഴിക്കും. പിന്നെ ആരും വരണ്ടെന്ന് വരണ്ടെന്ന് പറയാൻ പാടില്ല. എല്ലാവരും വേണമെങ്കിൽ വന്ന് കഴിക്കാം. സമയമായിട്ടില്ലല്ലോ. നമുക്കപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ല, ഇവിടെ നിന്ന് നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഭക്ഷണമൊക്കെ കഴിക്കാം കേട്ടോ. നമ്മളവർ ഭക്ഷണമൊക്കെ കഴിക്കാൻ ക്ഷണിച്ചിട്ടോ. കാരണം ഇവർ ഭക്ഷണമൊക്കെ ശരിയാക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും കൊടുക്കും. ഈ വരുന്ന എല്ലാവർക്കും കൊടുത്തിട്ട് അവരും ഭക്ഷണം കഴിച്ചിട്ടൊക്കെയാണ് ഇവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് കോഴിനെയും ആടിനെയൊക്കെ അറക്കുന്നതായിട്ട് ഇരിക്കും. പ്രകൃതിയെ ആരാധിക്കുന്ന ഒരിടമാണെങ്കിലും കറുപ്പസ്വാമിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. വീട് പണി തടസ്സമില്ലാതെ നടക്കാൻ വീടുകളുടെ രൂപവും കുട്ടികളില്ലാത്തവർക്ക് തൊട്ടിലുകളുടെ രൂപവും ഈ ആൽമരങ്ങളുടെ വേരുകളിൽ കെട്ടിത്തൂക്കിയിടുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും കേട്ടോ. എന്താഗ്രഹവും ഏതാഗ്രഹവും സാധിക്കുമെന്നാണ് വിശ്വാസം. ഒത്തിരി മലയാള സിനിമകൾ, ഒടിയൻ, കുഞ്ഞിരാമായണം, കളിയാട്ടം, പെരുങ്കളിയാട്ടം, ഈ സിനിമകളെ കൂടാതെ ഒട്ടനവധി ആൽബങ്ങളും എല്ലാം തന്നെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ ഒരിടം ചിങ്ങഞ്ചിറ. ഈ ചിങ്ങഞ്ചിറയെക്കുറിച്ചുള്ള ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. വീണ്ടും അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.